കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ക്ലയൻറ്റ്സ് എപ്പോഴും നോക്കുന്നത് ആദ്യം പ്രൈസ് അല്ല, മറിച്ച് അവർക്ക് ട്രസ്റ്റാണ് ഇമ്പോർട്ടൻ്റ്. ഈ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല വലിയ ലീഡാണ്, നല്ല ക്വാളിഫൈഡ് ലീഡാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ലീഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. പല കൺസ്ട്രക്ഷൻ ബിസിനസ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് ഗുഡ്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടാവില്ല, നല്ല രീതിയിൽ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ക്ലയൻറ്റ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുക, ഇവരെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു തോട്ട് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലയൻറ്റ് ഫസ്റ്റ് മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വെബ്സൈറ്റ് എങ്ങനെയാണ്, അതിൽ ഗൂഗിൾ റിവ്യൂ എങ്ങനെ ഇരിക്കുന്നത്, ഗൂഗിളിൻ്റെ പ്രൊഫൈലിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനത്തെ രീതിയിലൊക്കെയാണ് അപ്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു റിസർച്ച് ക്ലയൻറ്റ് നടത്തിയിട്ടായിരിക്കും മിക്കവാറും കൺസ്ട്രക്ഷൻ കമ്പനികളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ റിയൽ പ്രോജക്റ്റ് ഫോട്ടോസ്. ഇപ്പോൾ പല വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ്റെ വെബ്സൈറ്റിൽ ഇവർക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഇവർ പിന്നെ ഡമ്മി അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജസ്, അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 3D ഇപ്പോൾ വരച്ചിട്ടുള്ള പ്ലാനിങ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇമേജസുകളില്ലേ, എന്തെങ്കിലും റെൻഡർ ചെയ്തിട്ട് ഇപ്പോൾ റിവിറ്റിലോ അല്ലെങ്കിൽ കാഡിലോ ഒക്കെ ഇട്ടിട്ട് റെൻഡർ ചെയ്തിട്ടുള്ള ഒരു 3D ഇമേജസിൻ്റെ ഒക്കെ ഒരു ചെറിയ സ്ക്രീൻഷോട്ടുകളോ അങ്ങനത്തെ, ഇപ്പോൾ ഹൈ ക്വാളിറ്റി ആണെങ്കിൽ പോലും അങ്ങനത്തെ ഇമേജസുകളായിരിക്കും മിക്കവാറും ഉണ്ടാവും. പക്ഷേ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വേണ്ടത് റിയൽ ഫോട്ടോസാണ്. ഓക്കെ, റിയൽ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിഫോർ ആഫ്റ്റർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിലെ വർക്കുകൾ, പ്രോഗ്രസ്സുകൾ, ഇങ്ങനത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസുകൾ ക്ലിക്ക് ചെയ്യുക. അത് ആ സമയങ്ങളിൽ തന്നെ ആ പ്രൊജക്ട്സിൻ്റെ അണ്ടറിൽ അപ്ലോഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് വരുന്ന പോയിൻ്റാണ് ടെസ്റ്റിമോണിയൽസ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൺ ക്ലയൻസിൻ്റെ ഫീഡ്ബാക്ക് ഇതെന്ത് ചെയ്യണം, നമുക്ക് വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സാധനം വായിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണലി വരുന്ന യൂസേഴ്സ് ഉണ്ടല്ലോ, ഇവർക്കൊന്നും കൂടെ ട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇവർ വെറുതെ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല, അവർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലയൻസിൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർക്ക് മനസ്സിലാവും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോക്ക് ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് പല വെബ്സൈറ്റുകളും ഇടാറുണ്ട്. ഇപ്പോൾ ചാറ്റിപിടിയിലൊക്കെ കയറിയിട്ട് ആളുകൾ നേരെ ഒരു സാധനം നീട്ടി വലിച്ച് പരത്തി അങ്ങോട്ട് എഴുതും. അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്ന ആളുകൾക്ക് വായിച്ചിട്ട് മനസ്സിലാവില്ല. അതുമാത്രമല്ല, അവർക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു കാര്യം, ഇത് എവിടെ നിന്നോ AI ജനറേറ്റഡ് ആയിട്ടുള്ള സാധനമാണെന്ന് അവർക്ക് മനസ്സിലാവും. സോ സിമ്പിളായിട്ട് തന്നെ കസ്റ്റമറെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ കസ്റ്റമർ എഴുതി തരും, ചിലപ്പോൾ കസ്റ്റമറെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ഇന്ന കാര്യങ്ങൾ പറയാം, അത് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് അതിനൊന്ന് സമ്മറൈസ് ചെയ്ത് നമ്മൾ തന്നെ എഴുതിയിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മൂന്നാമത്തെ പോയിന്റാണ് ക്ലിയർ കമ്പനി ഇൻഫോ. ഇപ്പോൾ നമ്മുടെ കമ്പനീനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ വരുന്ന യൂസേഴ്സിന് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അഡ്രസ്സ്, അതായത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ കമ്പനിയുടെ ടീം, എത്ര ആൾക്കാർ, ആരൊക്കെ കൂടിയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്സ് നടക്കുന്നത് എന്നുള്ളതാണ് ടീമിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ടീമിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെമ്പേഴ്സില്ലേ, നമ്മളെ മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് ബിഹൈൻഡ്
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ആളുകൾ കാണുമ്പോൾ വിസിറ്റർ ഒബ്വിയസ്ലി വിചാരിക്കുന്നത് ഇതൊരു കറക്റ്റ് വർക്ക് ചെയ്യുന്ന ടീമാണ്, ഇവരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്. ഒരു ഹ്യൂമൻ ടച്ച് ഇവിടെ കിട്ടും. അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഈ ഓഫീസ് ഉണ്ട് എന്നുള്ളൊരു ഫിസിക്കൽ ലൊക്കേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക കൺസ്ട്രക്ഷനിലൊക്കെ ഒരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ക്ലയൻറ്റ് ശ്രദ്ധിക്കുന്ന കാര്യമാണ് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു ഫ്രഷർ അല്ലെങ്കിൽ കുറച്ച് ടൈമിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കൊടുക്കുന്ന പ്രൊജക്റ്റും വലിയ ഒരുപാട് കാലങ്ങൾ വർക്ക് ചെയ്ത് ലെഗസിയൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ടീമിന് കൊടുക്കുന്ന പ്രൊജക്ട്സും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സ്പെർട്ടൈസ് കുറച്ചാണെങ്കിൽ പോലും അതിവിടെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് വീണ്ടും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അതായത് ഇതൊക്കെ ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള എലമെൻസുകളാണ്. നാലാമത് നമ്മൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ബ്രാൻഡിങ്. ഇപ്പോൾ മിക്കവാറും സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ എന്താ വെച്ചാൽ ഇവർക്കൊരു ബ്രാൻഡ് കിറ്റ് ഉണ്ടാവില്ല. ബ്രാൻഡ് കിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോമിറ്റിയിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഒരു ബ്രാൻഡിൻ്റെ കളർ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ വോയിസ് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ വിസിബിലിറ്റി എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ടൈപ്പോഗ്രാഫി എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യണം, ഏതൊക്കെ സർഫേസിലായിരിക്കണം ഇതിനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ ബ്രാൻഡ് വിസിബിലിറ്റി. ഇത് നമ്മൾ ലോഗോ വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ബ്രാൻഡ് കിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ള സാധനം വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആദ്യം നമ്മൾ കസ്റ്റമർ വന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഒരു ബ്രോഷർ കൊടുക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രോഷറിൽ നിന്ന് കസ്റ്റമർ വെബ്സൈറ്റിലോട്ട് വരും. ഓക്കെ, വെബ്സൈറ്റിലോട്ട് വന്ന് ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തു. ഓക്കെ, മീറ്റിംഗ് ഇപ്പോൾ ഓഫീസിലേക്ക് വരികയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനത്തെ സെനാരിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലോഗോ അല്ലെങ്കിൽ ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഫോണ്ട് ഇട്ടാ ബേസിക്കലി. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കളേഴ്സ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ ബ്രോഷറിൽ ഒരു സ്റ്റൈല്, ഇവിടെ വരുമ്പോൾ വെബ്സൈറ്റിൽ വരുമ്പോൾ വേറൊരു സ്റ്റൈല്, പിന്നെ ഓഫീസിനുള്ളിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ള ലോഗോൻ്റെ മീൻസ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അവർ പുറത്തും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വേറെ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സാധനമാകുമ്പോൾ കസ്റ്റമർ വിചാരിക്കുക ഇത് ഒരു കൺസിസ്റ്റൻസി അവർക്ക് ഫീൽ ചെയ്യും. ബ്രാൻഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരേ സാധനത്തിൽ തന്നെ ആയിരിക്കണം പോകുന്നുണ്ടാവും. ഇപ്പോൾ ബ്ലൂ കളർ ആണെങ്കിൽ എല്ലായിടത്തും അതേ ബ്ലൂ കളർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ കളറിനെ കുറിച്ച് പറയുന്ന ഒരു ഹാഷ് കോഡ് ഇട്ടുള്ള ഒരു കളറുണ്ട്, ഹെക്സാ കോഡ് എന്ന് പറയാൻ, അത് ഡിസൈനേഴ്സ് തരുന്നതാണ്. ആ കളർ തന്നെ ആയിരിക്കണം എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നത്. ബ്ലൂ എന്നുള്ള കളറ്, ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെബ്സൈറ്റിലെ ബ്ലൂ ആയിരിക്കില്ല ബ്രോഷറിൽ വരുന്ന ബ്ലൂ. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ആ കളർ തന്നെ യൂണിഫോമിറ്റി ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യണം. ബ്രോഷറിലായാലും കാർഡ്സിലായാലും പിന്നെ അതുപോലെ വിസിറ്റിംഗ് കാർഡ്സിലായാലും വെബ്സൈറ്റിലായാലും പിന്നെ നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്യുന്നതിലും ഹോർഡിങ്സ് ചെയ്യാനും എന്തായാലും അതിലൊക്കെ വരുന്ന കളേഴ്സ് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ, കുറച്ചും കൂടെ എല്ലാവരും സോഷ്യൽ മീഡിയ നന്നായിട്ട് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ക്ലയൻറ്റ് നമ്മളെ മീറ്റിംഗ് വരുന്നതിന് മുന്നേ നമ്മളെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന പ്രത്യേകതരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒന്ന് വെബ്സൈറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്, എന്നാണ് നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കോണ്ടൻസ് ആണ് നമ്മളത് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർ പിന്നെ സമൂഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വരാം. അപ്പം സോഷ്യൽ മീഡിയയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഫാൻസി ഡിസൈൻ കൊണ്ടല്ല, നേരെ മറിച്ച് ക്ലാരിറ്റി പ്ലസ് പ്രൂഫായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടാണ്.